يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കാൻ പണം ആവശ്യമാണ്. ആ പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാനാണ് ഇന്ന് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഈ വിഷയത്തിലുള്ള ഹലാലും ഹറാമും നോക്കാൻ ആളുകൾക്ക് മടിയാണ്. വേഗത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടി പലതും ചെയ്തു കൂട്ടുന്ന ആളുകളെ ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ പലരും വഞ്ചിക്കപ്പെടുന്നതും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നതും പെട്ടെന്ന് പണമുണ്ടാക്കാനായി പലതിലും ചെന്ന് ചാടി ഒടുവിൽ എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ്. പണം സമ്പാദിക്കാൻ വ്യാജ പുരാവസ്തുക്കൾ നിർമ്മിച്ച മോൺസന്മാരും ബോംബെയിലെ പെണ്ണിന്റെ മുടി കൊണ്ടുവന്ന് പ്രവാചകന്റെ ക്ലേശമെന്ന് പറഞ്ഞ്, പ്രവാചകന്റെ കേശമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന പുരോഹിതന്മാരും എവിടുന്നോ കിട്ടിയ ചില കീറക്കുപ്പായവും പഴകിയ ചെരുപ്പും കൊണ്ടുവന്ന് ഇത് സ്വഹാബത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകളൊക്കെ പണം സമ്പാദിക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന പല മാർഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന്റെ പൊതു സ്വഭാവമായി അല്ലാഹു തആല പറഞ്ഞത് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. തീർച്ചയായും അവൻ ധനത്തോടുള്ള സ്നേഹം കഠിനമായവനാണ്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. ധനത്തെ നിങ്ങൾ അമിതമായ തോതിൽ സ്നേഹിക്കുകയും ചെയ്യുന്നു. അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്, സ്വഭാവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൗ അന്ന ലിഇബ്നി ആദമ വാദിയ മിൻ ദഹബിൻ. ആദമിന്റെ മക്കൾക്ക് അഥവാ മനുഷ്യർക്ക് ഒരു സ്വർണത്തിന്റെ താഴ്വരയുണ്ടായാൽ അഹബ്ബ യകൂന ലഹു വാദിയാനി, ആ താഴ്വര അത് രണ്ട് താഴ്വരകളാകാൻ അവൻ ആഗ്രഹിക്കും, കൊതിക്കുന്നു. വലയംലഉ ഫാഹു ഇല്ല തുറാബ്, മണ്ണല്ലാതെ അവന്റെ വായ നിറക്കൂല. അഥവാ ഖബറിലെത്തുന്നത് വരെ മനുഷ്യന്റെ ആർത്തി തീരൂലാണ്. അതുകൊണ്ട് തന്നെ ധനത്തോടുള്ള അത്യാർത്തി ഉണ്ടാകുമ്പോ മനുഷ്യൻ തന്റെ സൃഷ്ടാവിനെയും അല്ലാഹ് സൃഷ്ടിച്ച സൃഷ്ടികളെയും അവൻ മറന്നുപോവുകയാണ്. എങ്ങനെയെങ്കിലൊക്കെ സമ്പന്നനായി തീരാ, സുഖിച്ച് ജീവിക്കുക എന്നത് മാത്രമായിരിക്കും അത്തരം ആളുകളുടെ മനസ്സിലുള്ള ചിന്ത. അതോടുകൂടി മതത്തിന്റെ വിധികളും മതത്തിന്റെ വിലക്കുകളും ഒക്കെ അവന് അവഗണിക്കാൻ തുടങ്ങും. സാമ്പത്തിക രംഗം പ്രിയപ്പെട്ടവർ ഏറെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ.
അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ കുറിച്ച് പറഞ്ഞെന്താ? വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം. വഅലമൂ നിങ്ങൾ അറിയണം, അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ ധനവും നിങ്ങളുടെ മക്കളും ഫിത്ന, നിങ്ങൾക്കുള്ള പരീക്ഷണമാണ്. വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം, അല്ലാഹുവിന്റെ അടുക്കലാണ് വമ്പിച്ച പ്രതിഫലമുള്ളത്. സമ്പത്ത് നേടുന്ന വിഷയത്തിലും അത് ചെലവഴിക്കുന്ന വിഷയത്തിലും പ്രിയപ്പെട്ടവർ ഒരുപോലെ പരീക്ഷണങ്ങൾ മനുഷ്യന്മാർ നേരിടേണ്ടി വരും. സകാത്തും സ്വതക്കയും മറ്റും നിർവഹിക്കാതിരിക്കുന്നതോടൊപ്പം ഹറാമായ കാര്യങ്ങളിൽ ചിലവഴിക്കുക എന്നത് സമ്പത്തുള്ള ആളുകൾക്കുള്ള പരീക്ഷണമാണ്. അതേപോലെ അനുവദനീയമല്ലാത്ത രീതിയിലൂടെ ആ പണം നേടിയെടുക്കുക എന്നത് അത് ലോകത്തെല്ലാവർക്കുള്ള പരീക്ഷണമാണ്. അതുകൊണ്ട് ഈ പരീക്ഷണത്തില് വിജയം ആഗ്രഹിക്കുന്നവർ സമ്പാദ്യം ഹലാലായ മാർഗത്തിലൂടെ മാത്രമാണ് കരസ്ഥമാക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത്. പെട്ടെന്ന് സമ്പന്നനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് പല ആളുകളും ചെയ്യുന്ന പല നിഷിദ്ധമായ മേഖലകളുണ്ട്. അതിലൊന്നാണ് എന്തരങ്ങള്, ലോട്ടറിയും ചൂതാട്ടവും. ധാരാളം മുസ്ലിമീങ്ങൾ ഇന്ന് ലോട്ടറി എടുക്കുന്ന ആളുകളുണ്ട്. ധനമോഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ലോട്ടറി എന്ന് പറഞ്ഞാൽ. ഇതിനെ ഇസ്ലാം പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇന്നമൽ ഖംറു വൽ മൈസിറു, തീർച്ചയായും കള്ളും ചൂതാട്ടവും, വൽ അൻസാബു, പ്രതിഷ്ഠകൾ, വൽ അസ്ലാം, പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകൾ, ഇതൊക്കെ റിജ്സും മിൻ അമലി ശൈത്വാൻ, ഇതൊക്കെ പിശാചിന്റെ മ്ലേച്ഛകരമായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഫജ്തനിബൂഹു, അത് നിങ്ങൾ ഒഴിവാക്കണം, ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. ഇവിടെ പ്രിയമുള്ളവരെ, എന്താണ് മൈസിർ എന്ന് പറഞ്ഞാൽ? എന്താ മൈസർ? മുഹമ്മദ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ കൃത്യമായി ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഖദൽ മാലു ബിയസീറു വസുഹൂലത്ത് എന്നാണ്. അധ്വാനമില്ലാതെ, പ്രയാസപ്പെടാതെ, എളുപ്പത്തിൽ കൂടുതൽ സമ്പത്ത് നേടാനുള്ള മാർഗമാണെന്ത് മൈസർ കൊണ്ട് ഉദ്ദേശിക്കണമെന്നാണ്. ഈ 4 കാര്യങ്ങളും ചെയ്യുന്നത് വഴി പിശാച് പ്രിയപ്പെട്ടവരെ നമ്മെ വഴിവേപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത് എന്ത്? ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഅളാ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദുകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാത്ത് ഫഹൽ അൻതും മുൻതഹൂൻ. ഇന്നമാ യുരീദു ശൈത്വാനു, തീർച്ചയായും പിശാച് ഉദ്ദേശിക്കുന്നത് അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഅളാ, നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ്. ഏതിലൂടെ? ഫിൽ ഖംറി വൽ മൈസിർ, കള്ളിലൂടെയും ചൂതാട്ടത്തിലൂടെയും. പിശാച് നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാനാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ വയസുദ്ദുകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാത്ത്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയാൻ, നിങ്ങളെ തടയാൻ. വഅനിസ് സ്വലാത്ത്, നിസ്കാരത്തിൽ നിന്നും, ഇതിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാനാണ് പിശാച് എന്ത് ചെയ്യുന്നത്? ഇത്തരം കാര്യത്തിലൂടെ പിശാച് ശ്രമിക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ, അതുകൊണ്ട് നിങ്ങളെ ഇതിൽ നിന്ന് വിരമിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ്. ധാരാളം തിന്മകളും പ്രയാസങ്ങളും ഈ പറയപ്പെട്ട 4 കാര്യങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 കാര്യങ്ങളെ പൂർണ്ണമായും നിരോധിക്കാനുള്ള കാരണം. നോക്കൂ നിങ്ങൾ, വൈകുന്നേരം വരെ അധ്വാനിച്ച് കിട്ടിയ വരുമാനത്തിന്റെ സിംഹഭാഗവും ലോട്ടറിക്ക് വേണ്ടി ചെലവാക്കുന്ന ആളുകളുണ്ട്.
അല്ലെ? കുറച്ചു തുക അതിനു വേണ്ടി തന്നെ മാറ്റിവെക്കുന്ന ആളുകളുണ്ട്, ശമ്പളത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന ആളുകളുണ്ട്. ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോ അത് വലിയ തുകയായി മാറുന്നു. അവർ ചെലവാക്കിയ പണം അത് വലിയ സമ്പത്തായിട്ട് മാറും. അങ്ങോട്ട് ലോട്ടറി അടിച്ചിട്ട് 10,000 കിട്ടിയാൽ അതിനു വേണ്ടി അവൻ ചെലവാക്കുന്നത് 20,000 ആകും. ഈ ആയത്തിന്റെ വിശദീകരണത്തില് ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഫഹാദിഹിൽ അർബഅതു നഹല്ലാഹു അൻഹാ വസജറ, അല്ലാഹു നിരോധിക്കുകയും വെടിയാൻ കൽപ്പിക്കുകയും ചെയ്ത 4 കാര്യങ്ങളാണിത്. വഅഖ്ബറാൻ മഫാസിദഹാ അദ്ദാഖിയതി ഇലാ തർക്കിഹാ വജ്തിനാബിഹാ, അതോടൊപ്പം അത് വെടിയേണ്ടതിലേക്ക് നയിക്കുന്ന പ്രയാസങ്ങളും അല്ലാഹു അറിയിച്ചിട്ടുണ്ട്. ശേഷം ഈ ആയത്തിൽ സൂചിപ്പിച്ച 4 പ്രയാസങ്ങള് എന്താണെന്നുള്ളത് അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുകയാണ്. ഒന്ന് അദ്ദേഹം പറഞ്ഞു, ഒന്ന് റിജിസാണ്. റിജിസ് ഏറ്റവും മ്ലേച്ഛമാണത്, ഏറ്റവും വൃത്തികെട്ടതാണത്. 2, മനുഷ്യന്റെ മുഖ്യ ശത്രുവായ പിശാചിന്റെ പ്രവർത്തനമാണ്. അതാണ് അമലും മിൻ അമലി ശൈത്വാൻ എന്ന് പറഞ്ഞത്. ഇത് പിശാചിന്റെ പ്രവർത്തനമാണ്. ഇനിയോ, ഇവ ഒഴിവാക്കുന്നതിലൂടെ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യുള്ളൂ, വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. അതാണ് ലഅല്ലക്കും തുഫ്ലിഹൂൻ. പിന്നെ 4ാമത് പറഞ്ഞത് ഇവന്തെയും ഇത് ജനങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഇതിലൂടെ വളർത്തും. ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ് അല്ലാഹു തആല ഇതെന്ത് ചെയ്തത്, ഇത് നിരോധിക്കാനുള്ള കാരണം. ഇനി നോക്കൂ നിങ്ങൾ, ലോട്ടറിയെ അല്ലാഹു തആല ചേർത്തി പറഞ്ഞത് എന്തിനോടാ? ഈ ആയത്തില് അല്ലാഹു തആല മൈസിറിനെ ചേർത്തി പറഞ്ഞത് എന്തിനോടാ? ഏറ്റവും വലിയ പാപമായ ശിർക്കിന്റെയും മ്ലേച്ഛമെന്ന് എല്ലാവരും സമ്മതിക്കുന്ന മദ്യത്തിന്റെ കൂടെയാണ് അല്ലാഹ് മൈസിറിനെ ചേർത്തു പറഞ്ഞത്. ആദ്യം പറഞ്ഞത് എന്താ? ഇന്നമൽ ഖംറ്, പിന്നെ പറഞ്ഞു വൽ മൈസിർ, പിന്നെ പറഞ്ഞു വൽ അൻസ്വാബ്, അഥവാ ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഷിർക്കിന്റെ കൂടെ മദ്യത്തിന്റെ ഇടയിലും അള്ളാഹു അല്ലെ, അത് രണ്ടിന്റെയും ഇടയിൽ അള്ളാഹ് വെച്ചതാണ് എന്ത്? മൈസിർ. ഇതിൽ നിന്ന് അത് എത്രത്തോളം മോശമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ മദ്യത്തിന് ലഹരിയുള്ളത് പോലെ തന്നെ ലോട്ടറിക്കും എന്തുണ്ട്? ലോട്ടറിക്കും ലഹരിയുണ്ട്. മദ്യത്തിനൊരാൾ അഡിക്റ്റ് ആകുന്നത് പോലെ ലോട്ടറിക്ക് അഡിക്റ്റ് ആകുന്ന ആളുകളുണ്ട്. പലരും ഇതിനെ ന്യായീകരിക്കണം. എന്താ നിങ്ങൾ ന്യായീകരിക്കണം? എങ്ങനെ അറിയും? ഇതിൽ കുറെ നന്മല്ലേ? ഇതിൽ കുറെ നന്മയില്ലേ? ലോട്ടറി വിൽപ്പനയിലൂടെ ഒരുപാട് ആളുകൾക്ക് ജോലി ലഭിക്കണില്ലേ? കൂലിപ്പണിക്കാരനും മറ്റൊക്കെ ഇത് അടിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ നേട്ടല്ലേ എന്നാണ്. ഒരാളെ ജീവിതം രക്ഷപ്പെടല്ലേ? ഒരാളെ കടം വീട്ടാൻ പറ്റല്ലേ? പാവങ്ങളെ സഹായിക്കുകയും നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുകയല്ലേ ഈ ലോട്ടറിയിലൂടെ ചെയ്യുന്നതെന്നാണ് പല ആളുകളും ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കാറ്. അപ്പൊ അത് കേൾക്കുമ്പോ എന്ത് ചെയ്യും? കേൾക്കുന്ന ആളുകൾക്ക് അത് ശരിയാണല്ലോ അല്ലെ, കുറെ ആൾക്കാരെ കടം പോടുന്നുണ്ട്, കുറെ ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ട്, അപ്പൊ ശരിയാണല്ലോ എന്ന് ന്യായീകരിക്കുന്ന ആളുകളെ ന്യായീകരണം കേട്ട് ചിലപ്പോ നമുക്ക് തോന്നിപ്പോകും. എന്നാൽ പ്രിയമുള്ളവർ, അതിന്റെ പിന്നിലെ ദുരന്തങ്ങളെയും യാതനകളെയും പലരും ശ്രദ്ധിക്കണില്ല. എത്രയെത്ര കുടുംബങ്ങൾ അറിയങ്ങൾ ലോട്ടറി എടുത്തുകാണ്ട് തകർന്നു പോയ ആളുകളുണ്ട്. മറ്റുള്ളവന്റെ അവകാശമാണ് അടിച്ചാല് പ്രിയമുള്ളവർ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ നന്മയുണ്ടായാലും ശരി, അതെല്ലാം അതിന്റെ തിന്മയേക്കാൾ ചെറുതാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു, കൃത്യമായി പഠിപ്പിച്ചു. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, നബിയെ ജനങ്ങൾ നിന്നോട് ചോദിക്കുന്നു, അനിൽ ഖംരി വൽ മൈസിരി, മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അവർ നിന്നോട് ചോദിക്കുന്നു. ഖുൽ, നബിയെ പറഞ്ഞേക്കുക, ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ്, അതില് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളും ഇല്ലേന്ന് ജനങ്ങൾ എന്ത് ചെയ്യും? നിന്നോട് ചോദിക്കുന്നതാണ്. അപ്പൊ പറഞ്ഞേക്കുക എന്ത്? വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ, അതിലുള്ള ഉപകാരത്തെക്കാൾ കൂടുതലാണ് എന്ത്? അതിലുള്ള ദുരന്തങ്ങൾ, അതിലുള്ള പ്രശ്നങ്ങൾ, തിന്മകൾ എന്നാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിക്കാൻ, വയസ്അലൂനക മാദാ യുൻഫിഖൂൻ, എങ്കിൽ ഞങ്ങൾ എന്താണ് ഞങ്ങൾ ചെലവാക്കേണ്ടതെന്നാണ്.
അപ്പൊ പറഞ്ഞു ഉളിൽ അഫ്, നിങ്ങൾ വിട്ടുവീഴ്ചയാണ് ചെലവാക്കുന്നത്. അഥവാ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ ഞെരുക്കവും ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്തത്, അഥവാ അത്യാവശ്യം കഴിച്ച് മിച്ചമുള്ളത് എന്ത് ചെയ്യണം? അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കണം. അപ്പൊ നോക്കിങ്ങള് അല്ലെ, നന്മയില്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഖുർആൻ തന്നെ എന്ത് ചെയ്തു? അള്ളാഹു തന്നെ മറുപടി തന്നു. ആളുകൾ അങ്ങനെ ചോദിക്കും. അപ്പൊ നബിയെ പറഞ്ഞേക്കുക എന്ത്? അതിലുള്ള നന്മയേക്കാൾ അപകടമാണെന്ത്? അതിലുള്ള തിന്മകൾ എന്നാണ്. ഇപ്പൊ ജാഹിലിയത്തിലെ മൈസിര് അല്ലെ, ഇന്നത്തേതുപോലെ ഉള്ള മൈസിരല്ല അല്ലെ. അന്നത്തെ ലോട്ടറി, ജാഹിലിയത്തിലെ ലോട്ടറി ഇന്നത്തെ ലോട്ടറി പോലെ അല്ല. അന്ന് ഒരു ഒട്ടകത്തെ അറുക്കാൻ വെക്കും അല്ലെ, അതിനു വേണ്ടി കുറച്ച് അല്ലെ പേരുകൾ എന്ത് ചെയ്യും? അതിലിങ്ങനെ നറുക്കിടും. നാല് നറുക്കില് മാത്രമാണ് പൂജ്യം എഴുതുക. ഒരു 4 നറുക്കില്, ബാക്കിയുള്ളതിലൊക്കെ അക്കങ്ങൾ എഴുതുകയാണ്. ഇങ്ങടെ നറുക്കിടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? 0 എന്ന നറുക്ക് ലഭിച്ച ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? അവര് മാത്രമാണ് ഒട്ടകത്തിന്റെ പണം കൊടുക്കേണ്ടത്. അപ്പോ സ്വാഭാവികമായിട്ട് നഷ്ടം ആർക്കുള്ളൂ? 20 ആളുകൾ ആ നറുക്കിലുണ്ടെങ്കിൽ അത് 4 ആൾക്കേ നഷ്ടം വരുള്ളൂ. എന്നാൽ ഇന്നത്തെ ലോട്ടറി എങ്ങനെയാണ്? എന്നിട്ട് പോലും ഇസ്ലാം മതം എന്ത് ചെയ്തു? 4 ആളുകൾക്ക് നഷ്ടമുള്ളൂ എന്നതുകൊണ്ട് എന്നിട്ട് പോലും ഇസ്ലാം അത് വിരോധിച്ചു. ഇന്നത്തെ നറുക്കോ, ഇന്നത്തെ ലോട്ടറി എങ്ങനെയാണ്? 20 ആളുണ്ടെങ്കിൽ അതിൽ 19 ആൾക്കും നഷ്ടമാണ്. ഒരാൾക്കേ അതുകൊണ്ട് ലാഭം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇസ്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്തു? ആ ഒരു നന്മയുണ്ടായിട്ട് പോലും, മാത്രമല്ല ജാഹിലിയത്തിലെ നറുക്കി എല്ലാവരും എടുത്ത ശേഷം എന്ത് ചെയ്യുന്ന നിങ്ങൾ? എല്ലാവരും എടുത്ത ശേഷം ബാക്കിയുള്ള ഇറച്ചി എന്ത് ചെയ്യും? അത് സാധാരണക്കാർക്ക് വിതരണം ചെയ്യാണ്. അതാ ജാഹിലിയത്തിലെ ലോട്ടറി. ധാരാളം പാവങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടോ? ധാരാളം പാവങ്ങൾക്ക് അതിലൂടെ ഇറച്ചി കിട്ടുന്നുണ്ട്. അപ്പോ അത്രയും നന്മയുണ്ടായിട്ട് പോലും ഇസ്ലാം എന്ത് ചെയ്തു? ഇസ്ലാം അതിനെ കർശനമായിട്ട് നിരോധിച്ചു. മാത്രമല്ല, ഈ ഭാഗ്യ നിർഭാഗ്യങ്ങള് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഖദറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരാൾക്ക് ഭാഗ്യം ലഭിക്കുന്നതും നിർഭാഗ്യം ലഭിക്കുന്നതും ഖളാ ഖദറിലെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഈമാന് പൂർത്തിയാകേണ്ട കാര്യമാണ്. അതിനെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഖളാ ഖദറിനെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് നമ്മൾ ഉപയോഗിക്കാം. ഇനി മാത്രമല്ല, അത് വിൽപ്പന നടത്തലോ, അത് വാങ്ങൽ ഡേഞ്ചർ ആണെങ്കിൽ പിന്നെ അത് വിൽക്കാൻ പറ്റും. അതിലേക്കാൾ ഡേഞ്ചറാണ്. ചില ആളുകള് പറയാനല്ലേ, എത്ര പാവങ്ങൾക്കാണ് അതുകൊണ്ട് ജോലി കിട്ടുന്നതെന്നാണ്. വികലാംഗരായ ആളുകളൊക്കെ അല്ലെ ഈ ലോട്ടറി വിറ്റിട്ടാണ് എന്ത് ചെയ്യണത്? ഒരു സമ്പാദിക്കുന്നത്. വികലാംഗർക്കും വിധവകൾക്കും ചെയ്യാൻ കഴിയുന്ന ജോലി ലോട്ടറി മാത്രമേ ഉള്ളൂ ലോകത്ത്. വേറെ എത്ര ഹലാലായ ജോലി ഉണ്ട്? കടല വിറ്റാ കിട്ടും സഹോദരങ്ങൾ 500-1000 ഒരു ദിവസം. കടല വറുത്ത് വിറ്റാല് 1000-500 ദിവസം വാങ്ങുന്ന ആൾക്കാരുണ്ട്, ലാഭം. അപ്പൊ വിധവകൾക്കും അതേപോലെ വികലാംഗർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ജോലി ലോകത്ത് ഒരുപാടുണ്ട്. നോക്കിയാൽ പർദ്ദയിട്ട സ്ത്രീകൾ വരെ ഇത് വിൽക്കുന്ന ആളുകളാണ്. പർദ്ദയിട്ട് വിൽക്കാണ്. തൊപ്പി വെച്ച താടി വെച്ച ആളുകൾ വരെ ഇത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിസ്കരിക്കാൻ പള്ളിയിലെത്തുന്ന ആളുകളുടെ കീശയിൽ വരെ ലോട്ടറി ടിക്കറ്റാണ്. കള്ളിന്റെ കുപ്പി പോക്കറ്റിലിട്ട് നിസ്കരിക്കാൻ വന്ന അങ്ങനെ ഉണ്ടാവും. അതേ അവസ്ഥ തന്നെയല്ലേ ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് പറഞ്ഞത് അല്ലെ? മദ്യം അതേപോലെ ഈ ചൂതാട്ടം രണ്ടും തുല്യല്ലേ? ഒരാള് കള്ളിന്റെ കുപ്പി പോക്കറ്റിലിട്ട് വരുന്നതും ലോട്ടറി ടിക്കറ്റ് പോക്കറ്റിലിട്ട് വരുന്നതും രണ്ടും സമാണ്, ഒരു സംശയമല്ല. അതേ കണ്ണോടെയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്. മൈസിർ എന്നുള്ളതിന് വിശാലമായ അർത്ഥങ്ങൾ പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. അത് ലോട്ടറി മാത്രമൊന്നല്ല വിടുക. പ്രമുഖ താബിഈ പണ്ഡിതനായ ഖാസിം ഇബ്നു മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, കുല്ലു മാ അൽഹാ അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാ ഫഹുവ മൈസിർ എന്നാണ്. ദൈവസ്മരണയിൽ നിന്ന് നിസ്കാരത്തിൽ നിന്നും ശ്രദ്ധ ധരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതെല്ലാം മൈസിറാണ് എന്നാണ്. ഇതിന്റെ വിപത്ത് പലിശയുടെ വിപത്തിനേക്കാൾ വലുതാണ്. പലിശയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞ എന്താ? പലിശയെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അതിന്റെ ഏറ്റവും ചെറിയ അംശത്തിന്റെ ഗൗരവം.
പലിശയുടെ ഏറ്റവും ചെറിയ അംശത്തിന്റെ ഗൗരവം സ്വന്തം ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നത് പോലെയാണ്. അതിനേക്കാൾ ഡേഞ്ചറാണ് ഏത്? ഈ മൈസർ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സഹോദരങ്ങൾ ഒരിക്കലും ഇത്തരം തിന്മയിൽ ഉൾപ്പെടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമുകളെ സൂക്ഷിക്കുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.